ഹായ് തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഓണം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സേഫായിട്ടുള്ള ഒരു ഓണം എല്ലാവർക്കും വിഷ് ചെയ്യണം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്, പിന്നെ അത് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ജാർ കേക്ക് ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോം ബേക്കേഴ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നതും റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്, അതുപോലെ റെഡ് വെൽവെറ്റ് ജാർ കേക്ക്സിനാണ്. ജാർ കേക്ക്സ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കപ്പ് കേക്ക്സിൻ്റെ എല്ലാം ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ചോക്ലേറ്റ്സിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, ജാർ കേക്ക്സിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. 1/4 കപ്പ് പാല്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി. ഇത് ഇളക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെക്കുക ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. നമുക്ക് 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പ്. ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ആദ്യം മിക്സ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. പലപ്പോഴും പലരുടെ കേക്കും പൊങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ശരിക്കും ഇതൊരു കാരണം ബേക്കിംഗ് പൗഡർ നമ്മളൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരണം. ഇതിന് വേണ്ടിയിട്ട് ഇനി ഇത് അരിപ്പയിലേക്ക് ഇട്ട് ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം വീണ്ടും അരിച്ചെടുക്കുക, വീണ്ടും ഇളക്കുക, അരിച്ചെടുക്കുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യണം. അപ്പോഴേ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും വരുള്ളൂ. ഇത് 3 പ്രാവശ്യം സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ബട്ടർ, 1/4 കപ്പ് ബട്ടറിലേക്ക് 1 കപ്പ് പഞ്ചസാര. ഇതിനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പഞ്ചസാര അലിയുകയും വേണം, അതേപോലെ തന്നെ ബട്ടർ നന്നായിട്ട് ഫ്ലഫി ആവുകയും വേണം. ഇതിലേക്ക് ഒരു മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ വിനീഗർ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കാണ്. നമുക്കിതൊന്ന് അളന്ന് നോക്കാം. നമുക്കൊരു 1/2 കപ്പാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോറാണ്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ റെഡ് കളർ. ചെറിയ സ്പീഡിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുത്താലും മതി. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് നമുക്കിനി 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ 20-25 മിനിറ്റ് ബേക്ക് ചെയ്യാം. നമ്മൾ ചേർക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ടൈമിൽ ചെറിയ വ്യത്യാസം വരും. വെന്തോന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മതി. കണ്ടോ എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്നറിയാം. ഈ കൂട്ട് വെച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ 6 ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് ബേക്ക് ചെയ്യാനുണ്ട്. മീഡിയം ലെവലിലുള്ള 10 തൊട്ട് 15 വരെയുള്ള ഒരു കപ്പ് കേക്ക്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്കിതിനി ഫ്രോസ്റ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഫ്രോസ്റ്റ് ചെയ്യാം. ഇത് 200 ഗ്രാം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അതിലേക്ക് 100 ഗ്രാം ക്രീം ചീസ്.
ക്രീമിൽ ഓൾറെഡി നല്ല ഫിയോണ ക്രീമിൽ ആവശ്യത്തിന് മധുരമുണ്ട്. പക്ഷേ ഈ ക്രീം ചീസ് ചേർക്കുന്നതുകൊണ്ടാണ് അതിലേക്കുള്ളൊരു മധുരം എന്നുള്ളതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാനിതങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഷാർപ്പ് റോസ് പ്ലേറ്റിൽ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നില്ല കേട്ടോ. കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇത്. നിങ്ങൾക്ക് നല്ല ഷാർപ്പായിട്ട് വരണം എന്നുണ്ടെങ്കിൽ റോസസ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബീറ്റ് ചെയ്യണം. റെഡ് കളറാണ് കേക്കിലൊക്കെ നമ്മൾ സാധാരണ ചേർക്കുന്ന റെഡ് കളർ. സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള സ്റ്റിക്ക് വെച്ചിട്ട് 2 സ്ഥലത്തൊന്നും ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം. റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ്. നന്നായിട്ട് പൊടിക്കുക. ഇത് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ പൊടിച്ചിട്ടിടുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. ഏതെങ്കിലും ഒരു നോസിലിട്ടാൽ മതി, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഇട്ടാലും മതി. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു നോസിൽ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ മേസൺ ജാർ വാങ്ങാൻ കിട്ടുമല്ലോ, അതിലേക്ക് ഒരു ലെയർ ഏകദേശം ഒരേ ലെവല് വേണമെന്നേ ഉള്ളൂ. കുറച്ച് കുറഞ്ഞാകുമ്പോഴത്തേക്ക് കുറഞ്ഞില്ല, കുറച്ചതായി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ലെയർ ക്രീം. അടുത്ത ലെയറായിട്ട് വീണ്ടും
ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ വളരെ കറക്റ്റായിട്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ. ഹോം ബേക്കേഴ്സിന് ആയാലും നിങ്ങൾ സെയിലിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഹാപ്പി സെയിൽ ആൻഡ് ഹാപ്പി ഓണം.